ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെയൊക്കെ അനുകൂലിച്ച് പറയുന്നവന്റെയൊക്കെ പോക്കറ്റ് കോടികൾ എത്രയാണെന്ന് തപ്പി നോക്കണം നിങ്ങൾ. പശ്ചിമഘട്ട സംരക്ഷണം എന്ന മുദ്രാവാക്യം ഉയർത്തി ഈ ഏജൻസികളിൽ നിന്ന് കോടാനുകോടി രൂപ കൈപ്പറ്റി. ഗാഡ്ഗിൽ സമിതിയിൽ ഈ പറയുന്ന ഇങ്ങനെ പണം കൈപ്പറ്റിയ ഒരു സംഘടനയിലെ പ്രതിനിധി അടക്കമുണ്ട്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ പോരായ്മകൾ തിരുത്തി ജനങ്ങളുടെ ആശങ്ക അകറ്റി മാത്രമേ അത് നടപ്പിലാക്കൂ. ഗാഡ്ഗിൽ കമ്മിറ്റിയുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറെ മാറ്റങ്ങൾ ഇത് വന്നു, പക്ഷേ അതും നമുക്ക് സ്വീകാര്യമല്ല. പരിസ്ഥിതിവാദികൾ പലതും പറയുന്നുണ്ട്. അതാണ് ഞങ്ങൾ ഇതിനെ എതിർക്കും. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ എതിർക്കും, അതിലെ കർഷകദ്രോഹ ജനദ്രോഹപരമായ കാര്യങ്ങളെ എതിർക്കും. മാധവഗാർഗിൽ റിപ്പോർട്ട് ഇപ്പം തന്നെ തള്ളിയല്ലോ. പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. ഇപ്പം മഴയ്ക്ക് കാരണം ന്യൂനമർദ്ദത്തിനുണ്ടാകുന്നതിന് കാരണം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭൂമിശാസ്ത്രപരമായ ഘടന ഇതെല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതിന് പകരം ഒരു ബ്യൂറോക്രാറ്റ് ഉദ്യോഗസ്ഥന്മാർ ഒരു കമ്മീഷൻ വെച്ചു, ആ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നു, ഉടനടി ഉദ്യോഗസ്ഥന്മാർ ആ റിപ്പോർട്ട് അംഗീകരിക്കുന്നു. ഇത് തെറ്റായിട്ടുള്ള നടപടിയാണ്. ഒരു ബ്യൂറോക്രാറ്റ് ഭരണം. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ കർഷകർക്ക് ദ്രോഹകരമായിട്ടുള്ള ഒന്നിനും ഗവൺമെൻറ് തയ്യാറാകില്ല. ആ റിപ്പോർട്ട് ഒരു കാരണവശാലും കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ നടപ്പാക്കാൻ സാധ്യമല്ല. It is intense rain coupled with very wrong kind of consistent policies of land use. Vested interest immediately started using all sorts of false propaganda against the report. Central government is not going to play a positive role. That has come out again and again, because they are also captive of and interested in all these vested interests.